ഫേസ്ബുക്കിലെ ഒരു രഹസ്യ ഗ്രൂപ്പിൽ രവീഷ് ചിത്രാഞ്ജലി എന്നയാൾ പോസ്റ്റ് ചെയ്ത ഈ പരസ്യത്തിൽ നിന്നാണ് ഞങ്ങളുടെ അന്വേഷണം ആരംഭിക്കുന്നത്. സൗദിയിലുള്ള സുഹൃത്തിന്റെ സഹായത്തോടെ ഞങ്ങൾ ഇയാളെ ഫേസ്ബുക്ക് വഴി തന്നെ ബന്ധപ്പെട്ടു. പണമിറക്കിയാൽ 2 ദിവസത്തെ ഷൂട്ടിനൊപ്പം 2 ദിവസത്തെ സെക്സ്, അതായിരുന്നു വാഗ്ദാനം. തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ സീരിയൽ താരങ്ങളുടെ ചിത്രങ്ങളും മിനിറ്റുകൾക്കകം ചാറ്റ് ബോക്സിലെത്തി. താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് ഫോണിൽ വിളിക്കാനും ആവശ്യപ്പെട്ടു. ഒരു ദിവസം കൂട്ടിയെങ്കിൽ നമുക്ക് അതിനുള്ള എക്സ്പെൻസ് കൂടും. നമുക്കപ്പോ അതിന്റെ ഷൂട്ടിന്റെ കാര്യങ്ങളും നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. ഒന്നുമില്ല, 2 പേര് ആണെങ്കിൽ കുഴപ്പമില്ല, കൂടുതലാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് പറഞ്ഞത് ക്യാഷാണ് പ്രശ്നമല്ലോ, അതിന്റെ ഇത് കൂടും, എമൗണ്ട് കൂടും, അത്ര തന്നെ. ആൽബം നിർമ്മിക്കാനുള്ള തുക അക്കൗണ്ട് വഴി കൈമാറണം. പണം കിട്ടിയാൽ പിന്നെ ഏജന്റിന്റെ പൊടി പോലും കാണില്ല. മാനഹാനി ഭയന്ന് ഇക്കാര്യം പുറത്തു പറയാനോ പരാതിപ്പെടാനോ തയ്യാറാകുകയുമില്ല. ഞങ്ങളുടെ സംസാരത്തിൽ സംശയം തോന്നിയ ഇയാൾ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ അപ്രത്യക്ഷനായി. പ്രവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇതിനോടകം ഇവരുടെ തട്ടിപ്പിനിരയായതായാണ് വിവരം. നിയമ സംവിധാനങ്ങൾ ഇത്രമേൽ കാര്യക്ഷമമായ കാലത്താണ് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്ത ചിലർ വാണിഭ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നോർക്കണം. നടപടിയെടുക്കാൻ വൈകുന്തോറും കൂടുതൽ പേർ ഇരകളായിക്കൊണ്ടേയിരിക്കും. മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ.